ഈ വിശുദ്ധ ദിവസം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വിവിധ ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഏന്മനമേ യഹോവ വാഴ്ത്തുക, എന്റെ സർവ്വതലമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഏന്മനമേ യഹോവ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിച്ച് ബോധപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾ നൽകിയിരിക്കുന്ന തുറയ്ക്കായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യും. കർത്താവിന്റെ കൃപയിൽ അവിടുത്തെ അപകടം ഞങ്ങൾ അനുഭവിച്ചു ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി വരുവാൻ തുറന്നും അവിടുന്ന് കൃപചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനയിലും നിരാശയിലും സർവ്വജനത്തിനും ആശ്വാസം നൽകാൻ, സമാധാനം നൽകാൻ അവിടുത്തെ കൃപ പകരണമേ. ആരാധനയുടെ ആദ്യന്തം അവിടുത്തെ മഹനീയമായ സാന്നിധ്യം നൽകി ഞങ്ങൾ നയിക്കണമേ. യേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ഈ സമയം ക്രിസ്തീയ ആരാധനകളുടെ പുസ്തകത്തിലെ 28-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ദൈവമേ, പരിശുദ്ധനാകുന്നു.
വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ വേദഭാഗം പുറപ്പാട് 3-ാം അധ്യായം 11 മുതൽ 17 വരെ. പുറപ്പാട് 3-ാം അധ്യായം 11 മുതൽ 17 വരെ. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണോ എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. ഈ വായിച്ചിരിക്കുന്ന ദൈവങ്ങളുടെയും സമൃദ്ധമായി എന്റെയും മാതാവിന്റെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവന്റെ കൈകളിൽ ആണിക്കൊഴുത് കാണുകയും ആണിക്കൊഴുതിൽ വിരലിടുകയും അവന് വിലാപത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല
പ്രയാസപ്പെടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചു ഭാഗ്യവാനാ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചു ഭാഗ്യവാനാ എന്ന് പറഞ്ഞു. നാം ശ്രമിച്ചത് ദൈവവചനം. ക്രിസ്തുവേ അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനമോ 22 സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാലിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു, കുരിശിലടക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടെ മനുഷ്യരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിതങ്ങളെയും മനുഷ്യരെയും ന്യായവിധിക്കാൻ നൽകുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംശയത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ ഉയർത്തലിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളേക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും സ്നേഹവാനുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നതിനും അവിടുത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും അവർ അനുഗ്രഹിച്ച് അവർ ആശ്രയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ തലങ്ങളിലും കഷ്ടതയുടെയും വേദനയുടെയും നിരാശയുടെയും കഴിയുന്ന എല്ലാവരുടെയും ഞങ്ങളുടെ പ്രഭാതത്തിൽ ഓർമ്മിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കൊറോണ വൈറസ് വ്യാപന നിമിത്തം ഭാരപ്പെട്ട് കഴിയുന്ന ലോകത്തുള്ള മുഴുവൻ ജനതയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. യേശു സൗഖ്യദായകനായി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ മധ്യേ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അറിയിക്കുന്നു. കരുണയുള്ള കർത്താവേ, എല്ലാ വിപത്തുകളിലും ഒഴിവാൻ നിന്റെ കൃപ മാത്രം മതിയാകുമെന്ന് അടിയൻ വിശ്വസിക്കുന്നു. അപ്രകാരം ലോകജനതയോട് അവിടുന്ന് കരുണയായി ഇടപെടണമേ. അവിടുന്ന് അനുസരിക്കണമേ. ലംഘനങ്ങളെ ക്ഷമിച്ച് പാപങ്ങൾ കുറിച്ച് സമ്പൂർണമായ സൗഖ്യം ലോകജനതയ്ക്ക് നൽകി അവിടുത്തെ ആത്മാവിന്റെ കൃപയുടെ വ്യാപാരശക്തികളായി ഇവൻ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും അവർ തകർന്നേയും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് കണ്ണുനീരോട് ദൈവത്തോട് നിലവിളിക്കുന്നു. നിന്റെ പ്രിയമക്കളോട് ധ്യാനം ചെയ്യണമേ. അവിടുത്തെ മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം പ്രാപിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമായ ദൈവങ്ങൾ വളർന്നു പ്രാർത്ഥിക്കുന്നു. രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള വിവിധ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വിജയപ്രദമായിരിക്കാൻ ഈ രോഗബന്ധനത്തിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് ലോകം വിടുതൽ പ്രാപിച്ച് അതിജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തെ വളർന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ചികിത്സ നൽകുന്ന ഡോക്ടർമാർക്ക് വേണ്ടി, നേഴ്സുമാർക്ക് വേണ്ടി, നേഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് വേണ്ടി, മറ്റവരുടെ എല്ലാ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മക്കൾ സുരക്ഷിതരായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അവിടുത്തെ ആശ്രമത്തോടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകതലത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൊതുപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദൈവമായ പരിപാലനയും സാന്നിധ്യവും അനുഗ്രഹവും അവിടുത്തെ കൂടെ ഇരിക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ജനങ്ങൾ അനുസരിക്കുന്നതിന് അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ രോഗബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ലോകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ പരിഹരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി, ദേശവാസികൾക്കായി, ഞങ്ങളുടെ രാഷ്ട്രത്തിനായി, ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനമില്ലാതെ ഭാരതത്തോട് എതിരെകൊണ്ടിരിക്കുന്നു സർവരെയും അവിടുത്തെ കൃപയോട് കടാക്ഷിക്കണമേ. ഈ ദിവസം സർവ്വയുടെ ജീവിതത്തിൽ സ്വർഗീയ മഹത്വം സഹായിക്കണമേ. ഞങ്ങളുടെ മഹാരാജയ്ക്കായി, ഞങ്ങൾക്ക് നേരത്തെ നൽകുന്ന അഭിനയത്തിനായി, മഹാരാജ ശുശ്രൂഷകൾക്കായി, സ്ഥാപനങ്ങൾക്കായി, ജീവനക്കാർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
എല്ലാ സഹോദരന്മാരും സഭയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികർക്കായി ഇടവക ശുശ്രൂഷകർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലും പ്രയാസങ്ങളിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അതിരുമായ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണം. ദാരിദ്ര്യങ്ങൾ പിടിപോലെ ജോലിക്ക് പോകാൻ നിർവാഹകരാകുന്ന കാര്യത്തിലുള്ള അന്ന് നല്ലതിനുള്ള വകയില്ലാതെ ക്ലേശിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ എവിടെ പകരണമേ. വിദേശങ്ങളിലും ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഭയിലെ എല്ലാവർക്കും വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയമകളെയും അവിടുത്തെ ചെറുകിടമാരുടെ മനസ്സിൽ തങ്ങളായിരിക്കുന്ന സുരക്ഷിതമായി സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിലായിരിക്കുന്ന വാർദ്ധക്യസഹമായി കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന ലളിതന്റെ മാതാവിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ആശ്വാസം ലഭിച്ച് ദൈവത്തെ പുറത്തുകൊടുക്കുവാൻ ദൈവം സഹായിക്കണം. ഓരോ കുടുംബത്തെയും അവിടുത്തെ കൃപയാൽ പ്രാർത്ഥിക്കണം. തങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റി യേശുവിന്റെ നല്ലവർ ലഭിച്ചു ദൈവങ്ങളെ ചെയ്യുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പൂജിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വസ്തം പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ മനുഷ്യരുടെ ആസന്തോഷം പൂജിക്കണമേ. രാജ്യവും ശക്തിയും ആകുന്നു എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമയം 495 ഇടപാട്. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ ഞാനിനി വേഗം വരും രാജരാജനായി മാറിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ പോയതരം വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവേ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കും നായനില ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വന്നീരല്ലൻ നിത്യവാസമെന്നേശു
ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതിന്, ദൈവത്തെ ആരാധിക്കുന്നതിന് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടി, രാജ്യത്തിന്റെ രക്ഷയ്ക്കായി, ലോകജനതയുടെ വിടുതലിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ വലിയ ഒരു സാക്ഷ്യമാണ് ഈ ദിവസങ്ങളിൽ സഭ സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നത്. ഉയർപ്പിന് ശേഷം ഒന്നാം ഞായറായ ഈ ദിവസം യേശുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുക എന്ന വിഷയമാണ് ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനായ തോമസിനെ കുറിച്ച് നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ നിസ്തുലമായ വിശ്വാസ പ്രഖ്യാപനമാണ് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവയെ. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്തയിൽ തോമസ് അപ്പോസ്തലന് സംശയം തോന്നുകയും അദ്ദേഹം നേരിട്ട് കണ്ട് സംശയരഹിതമായി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ടത്. AD 52 ഭാരതത്തിൽ സുവിശേഷം കൊണ്ടുവന്നത് തോമസ് അപ്പോസ്തലനാണ്. തോമസ് എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. തോമസ് എന്നും ദിദിമോസ് എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അതുകൊണ്ട് ഇരട്ട പേരുള്ള ശിഷ്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വളരെ ധൈര്യശാലിയായ ഒരു ശിഷ്യനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോകാം. യേശുവിനോടൊപ്പം മരിക്കേണ്ടി വന്നാലും കൂടെ നിൽക്കാനായിട്ടുള്ള താല്പര്യം തോമസ് പ്രകടിപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. യേശു ശിഷ്യന്മാരും ആളുകളിൽ പുസ്തക വരുമ്പോഴും കർത്തൃമേശയ്ക്ക് തുടങ്ങി കുറിക്കുമ്പോഴും കാര്യങ്ങളുടെ വ്യക്തത കാണാൻ തോമസ് ആഗ്രഹിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് നാം കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യങ്ങളിൽ യേശു പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തു. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. യേശുവിന്റെ വാക്കുകൾ കേട്ട ശിഷ്യൻ കർത്താവിനോട് ചോദിക്കുകയാണ്: നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയാം? യേശു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സുവിശേഷത്തിന്റെ കാതലായ സത്യം യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നു. വസ്തുതകളുടെ യഥാർത്ഥ സ്ഥിതി അറിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തോമസ് അപ്പോസ്തലൻ. വസ്തുതകളുടെ അവ്യക്തത മാറി വ്യക്തത വരുത്തുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. സത്യം അറിയാനുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവും തോമസിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാകുന്നത് ഒരു ശാസ്ത്രബോധമുള്ള ഒരു ശിഷ്യൻ എന്നതിലേക്കാണ്. ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ തോമസ് അപ്പോസ്തലൻ ഒഴികെയുള്ള 10 ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ യേശു പ്രത്യക്ഷനായി. യേശു പ്രത്യക്ഷനായ വിവരം അറിഞ്ഞപ്പോൾ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് തെളിവില്ലാതെ വിശ്വസിക്കുകയില്ലായെന്ന് തോമസ് പറഞ്ഞു. തോമസിന്റെ ജീവിതത്തിൽ അവിശ്വാസമല്ല, വിശ്വസിക്കുന്നതിന് തക്കതായ തെളിവുണ്ടായിരിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയാണ് നാം അവിടെ കാണാൻ കഴിയുക. 8-ാം നാൾ യേശു ശിഷ്യന്മാരും യേശു കൂടെ ഇരിക്കുമ്പോൾ യേശു തന്നെ തോമസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നാം കാണുവാനായിട്ട് സാധിക്കുന്നു. നീ ആവശ്യപ്പെട്ട തെളിവുകൾ നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം:
യേശുവിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ തോമസിനെ കാണിച്ചു കൊടുക്കുകയാണ്. തോമസിന് അത് ബോധ്യപ്പെട്ടു. തോമസ് പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവയും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള ആഴമായ അറിവിന്റെ വെളിപ്പെടുത്തൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. തോമസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിശ്വാസത്തിലേക്കും സമർപ്പണത്തിലേക്കും ഈ പ്രഖ്യാപനം നയിക്കുകയാണ്. വ്യക്തമായ വിശ്വാസത്തിന്റെ അടിത്തറ രൂപപ്പെടുന്നത് നാം കാണാനായിട്ട് കഴിയും. യേശുവിന്റെ ശരീരത്തിലെ പുറപ്പാടുകളും ആണിപ്പാടുകളുമാണ് യേശുവിനെ തിരിച്ചറിയാനുള്ള അടയാളമായി തോമസ് അപ്പോസ്തലൻ കാണുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ശാസ്ത്ര പുരോഗതിയെ ഉച്ചകോടി നിൽക്കുന്ന ആധുനിക ലോകത്ത് ഉയർന്നെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ വെളിപ്പെടുത്താം എന്നുള്ളതാണ്. ശാസ്ത്ര പുരോഗതിയുടെ ഉച്ചകോടി നിൽക്കുന്ന ഈ ആധുനിക ലോകത്ത് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വിശ്വാസത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് സഭ എന്ന് ഘോഷിക്കുന്നു. ലഭ്യമായ അറിവുകളും കണ്ടെത്തലുകളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് തെളിയിച്ച് സത്യവും വിധിയും വെളിവാക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും ആ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്നു എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തിന് നൽകാൻ ധാരാളം എഴുത്തുകളും കീഴ്വഴികളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശാസ്ത്ര ബോധമുള്ള ശിഷ്യൻ എന്ന നിലയ്ക്ക് തോമസ് അപ്പോസ്തലന്റെ ഈ ഇടപെടൽ തികച്ചും ശ്രദ്ധേയമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ശാസ്ത്രം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അറിവ് അജ്ഞത മാറ്റി എഴുതുന്നു, വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നു. അറിവ് സത്യം തെളിവായി ബോധ്യമാക്കുന്നു എന്നതും നമുക്ക് അറിയാം. തോമസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായ സംശയം മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ 8-ാം നാൾ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ശരീരത്തിലുള്ള ഒരുപാടുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സംശയം മാറ്റി. യേശു പറഞ്ഞു, വിരൽ നീട്ടി മുറിവേറ്റ കൈകളെ കാണുക, വിലാപുറത്ത് മുറിവിൽ വിരലുകൾ ഇടാം. ഇവിടെ അണിവാഴ്ച വിശ്വാസ രൂപീകരണത്തിനുള്ള വഴിയൊരുക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ മുറിവുകളുടെ അടയാളം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരത്തിൽ തൊടാനും കാണാനും സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും സംഭാഷണം ഏർപ്പെടാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്ന സാധ്യത ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്ഥലകാലം സഞ്ചരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി കർത്താവ് ജീവിക്കുന്നതും നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. തോമസ് അപ്പോസ്തലനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ആ അവ്യക്തത മാറ്റുകയും വ്യക്തത വരുത്തുകയും ചെയ്യുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, വായിലോ എന്റെ ദൈവവും എന്റെ കർത്താവുമായിട്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് തൊട്ട് അനുഭവിച്ച ശിഷ്യന് ഒരു വലിയ സാക്ഷ്യമാണ് ലോകത്തിന് നൽകുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നു, നമ്മുടെ ഭവനങ്ങളിൽ ജീവിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ലോകത്തോട് എല്ലായിടത്തും സർവ്വവ്യാപിയായ യേശു നിറയുന്നു. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നമുക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം പഠിക്കുന്നു. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത് നാം കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തു വീണ്ടും സഭയുടെ ഉറച്ച വിശ്വാസവും സഭ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു വീണ്ടും അന്ത്യകാലത്തിൽ പെട്ടെന്ന് കണ്ണീരിക്കുന്നതിനിടയിൽ നാം എല്ലാവരും വിവാദപ്പെടുന്നു. കാവലൊരിക്കലും മരിച്ചവർ രക്ഷകരായി ഉയർത്തുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. രണ്ടാമത്, മരിച്ചവർ ശരീരത്തോടെ ഉയർത്തുന്നു. യേശുവിന്റെ വീണ്ടും വരവിൽ ജീവനോടെ ഇരിക്കുന്ന
ഉയർത്തുകയും ചെയ്യുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തോടു കൂടെയാണ് നാം കർത്താവിനോടൊപ്പം ജീവിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് വീണ്ടും വന്ന് തന്റെ സഭയെ ചേർത്ത് കൊള്ളുമ്പോൾ, തന്റെ എല്ലാവരെ ചേർത്ത് കൊള്ളുമ്പോൾ നമുക്കവിടെ ജീവിക്കാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേറ്റ രൂപാന്തരം പ്രാപിച്ച ശരീരവുമായിട്ടാണ് എന്ന് തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് സഭ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ദിനത്തോടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഭ അങ്ങനെ പഠിപ്പിക്കുന്നു. നാം എല്ലാം അത് വിശ്വസിക്കുന്നു, നാം ഏറ്റുപറയുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന്. ജീവിക്കുന്ന നാഴികകളും ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ വാതിൽ അടച്ചിരിക്കുന്ന ആ സ്ഥലത്ത്, ശിഷ്യന്മാർ ഭയന്ന് വാതിൽ അടച്ചിരിക്കുന്ന സ്ഥലത്ത് യേശു പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരത്തിന് വാതിൽ അടച്ചിരുന്നാലും പ്രവേശിക്കുവാനായിട്ട് കഴിയും, മിന്നലുകളിൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയും. യേശു അപ്രകാരം സഞ്ചരിക്കുന്നു. ശരീരം തന്നെ തൊടാവുന്ന, തൊട്ടു നോക്കാവുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരീരത്തിന്റെ യുവത്വം നിലനിൽക്കുന്നു, തേജസ് പരസ്പരം അറിയാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരത്തിൽ ഒരുപാടുകളും അടയാളങ്ങളൊക്കെ ഉള്ളതും ഇവിടെ കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ഉയർപ്പ് പുതിയ ദർശനവും പുതിയ കാഴ്ചപ്പാടും നമുക്ക് നൽകുന്നു. കർത്താവിന്റെ മഹത്വമേറിയ ജീവിതത്തെ നമുക്ക് ഇവിടെ നോക്കിക്കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലൻ സംശയരഹിതമായി യേശു വിശ്വസിക്കുന്നു. അപ്പോസ്തലൻ മനസ്സിലാക്കി യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക മാത്രമല്ല വീണ്ടും വരുമെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായി. വീണ്ടും വരുമ്പോൾ യേശുവിനോട് കൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെ ഇന്നും ജീവിക്കുന്നു. അപ്പോസ്തലൻ ഇവിടെ സ്വീകരിക്കുന്നത് പോലെ എന്റെ കർത്താവ് എന്റെ ദൈവമായി പറയും. അവിടെ നിന്ന് വീണ്ടും വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനം ചെയ്ത് ശരീരമായി യേശുവിന്റെ സന്നിധിയിൽ വേണ്ടവരാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ സംശയരഹിതമായി യേശുവിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കാം. വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. എന്റെ കർത്താവ് എന്റെ ദൈവമായവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പായ വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പ്രയാണം ചെയ്യുവാനായിട്ട് കഴിയും. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം മറിയ അതിരാവിലെ യേശുവിന്റെ കരളിലേക്ക് നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു തൊടാവുന്നതായിട്ടാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ മറിയ യേശുവിനെ തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്നെ തടുക്കരുത്. വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന തൊടരുത് എന്ന പശ്ചാത്തലമാണ് അവിടെ നൽകിയിരിക്കുന്നത്. എങ്കിലും അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്നെ തടയരുത് എന്നാണ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മറിയ യേശുവിനെ കണ്ട് കേട്ട് അനുഭവിച്ച് യേശുവിനെ തൊട്ടു നോക്കി സന്തോഷിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെയും ഈ ഉയർപ്പിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഈ നാളുകളിൽ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് യേശുവിനെ കണ്ട് തൊട്ട് അനുഭവിച്ച് ദൈവത്തെ വളരാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടണം. യേശു നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ നാഥനാണ്. ഈ ലോകത്തിനപ്പുറം മഹത്തായ ഒരു ജീവിതം കർത്താവ് നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ മഹത്തായ ജീവിതത്തിലേക്ക് നമ്മെ ചേർക്കുവാനായി കർത്താവ് വീണ്ടും വരുമ്പോൾ നാം ജീവിച്ചിരിക്കുന്നവരിൽ തീർച്ചയായും നാം രൂപാന്തരം പ്രാപിച്ച ശരീരമായി കർത്താവിനോട് ചേർത്തിട്ടുണ്ട്. നാം അടക്കപ്പെട്ടവരായിട്ട് കാണപ്പെടുന്നവരെങ്കിലും തീർച്ചയായും കല്ലറകളിൽ നിന്നും ജീവൻ പ്രാപിച്ച് സ്വർഗീയ ജീവൻ പ്രാപിച്ച് നാം ഉയർത്തെഴുന്നേറ്റ് നാം കർത്താവിനോട് ജീവിക്കും. ആ മഹത്തായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യാശയുള്ളവരായി നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശയം നിറഞ്ഞ ഒരു ലോകത്ത് നാം ഇന്ന് ജീവിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് രോഗബാധിതരാണ്. വൈറസ് വളരെ
വളരെയേറെ ഭാരപ്പെട്ട് വേദനപ്പെട്ട് കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ ലോകജനതയ്ക്ക് വേണ്ടി ദൈവത്തോട് കണിയോടെ പ്രാർത്ഥിക്കാൻ മധ്യസ്ഥയായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ കർത്താവ് ജീവിക്കുന്ന കർത്താവ് രോഗവാഹിതരായ ആളുകളെ തൊട്ട് സൗഖ്യമാകാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ മേഖലകളിൽ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അവിടെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥർ, അവരെല്ലാം ദൈവത്തിന്റെ കാര്യം സമർപ്പിക്കാം. ഓരോ രാജ്യത്തും നേതൃത്വം വഹിക്കുന്ന നാഗരികന്മാരെ ദൈവകാര്യം സമർപ്പിക്കാം. ജനത്തെ സംരക്ഷിക്കുവാൻ, ജനത്തെ ഈ മഹാമാരിയും അതിജീവനത്തിന്റെ വഴിയിലൂടെ നയിക്കാൻ, അവരുടെ എല്ലാ പ്രയത്നങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരാൻ സർവശക്തൻ സഹായിക്കാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധി നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം. കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസം ഞങ്ങളോട് കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനാണ് സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. വീണ്ടും വരുന്നവനായ കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാണ് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളുള്ളത് യേശുവിനെ കാണുക, യേശുവിനെ തൊടുക, യേശുവിനെ അനുഭവിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വൈറസ് വ്യാപനത്തിന് കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന, മരണത്തെ മുഖാമുഖം കണ്ട് ഭാരതത്തോടെ കണ്ണീരോടെ കഴിയുന്ന ലോകജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യം നായകനും പ്രതിസന്ധികളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്, കഷ്ടതയിൽ നിന്ന് വിടിവിക്കുന്ന കർത്താവാകിയ ഞങ്ങൾ നീ ചിന്തിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇവരുടെ അനുഭവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി അതിജീവനത്തിന്റെ ദൈവശക്തി ദൈവത്തിന്റെ കൃപ നിലവിളങ്ങി മറന്നവയെ പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന ഡോക്ടർമാരെ ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സംഘടനകൾക്ക് വേണ്ടി എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രണാളികൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഇവരോട് കൂടെയും ഈ മഹാമാരിയെ അതിജീവിച്ച് തിളക്കമുള്ള ജീവിതത്തിന്റെ ഉടമകളായി ഇവർ വിവാദപ്പെടുന്ന അവിടുന്ന് സഹായിക്കണം. തന്നെയുള്ള കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. വിധാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ചികിത്സയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കൂടുതൽ ആശ്വാസം ലഭിക്കാൻ ദൈവം സഹായിക്കണം. നിന്റെ വചനം വായിച്ച് ഈ സൗഖ്യമാക്കുന്ന ദൈവമായ സ്തോത്രം. അപ്രകാരമുള്ള ദൈവത്തിന്റെ കൃപയും അനുഭവം ഓരോ കുടുംബവും അനുഭവിച്ച് അനുഗ്രഹത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കണം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തന്നെ കുടുംബമായി ദൈവത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു ചിന്തകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹമായ കൃപ ഞങ്ങൾ എല്ലാവരോടും ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ സംസർഗവും അനുഗ്രഹവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കഷ്ടതയിലും വേദനയിലും ഇരിക്കുന്ന ലോകത്തിലും നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ സംസ്ഥാനത്തോടും എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ആമേൻ.